ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ പവിത്രത്തിന്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ പത്മത്തിനെയും അതുപോലെ സാവിത്രി അമ്മേനെയാണ്. പത്മം ഭയങ്കര കരച്ചിലാണ് കേട്ടോ. അപ്പൊ പത്മം, അത് നീ വിട്ടേരെ, എന്തിനാ വെറുതെ നീ ഇങ്ങനെ കിടന്ന് സങ്കടപ്പെടുന്നത്? അന്ന് സങ്കടപ്പെടേണ്ട എന്റെ പത്മം എന്ന് പറയാണ്. അമ്മേ, അതിന് നമ്മൾ അത്ര വലിയ തെറ്റൊന്നും ചെയ്തില്ലല്ലോ. മകളെ കാണാൻ കുറച്ച് സാധനങ്ങളായിട്ട് ചെല്ലുന്നത് മര്യാദയാന്നല്ലേ അമ്മ പറഞ്ഞത്? നമ്മളെ ഇങ്ങനെ അപമാനിച്ചു വിടണമായിരുന്നോ? വേദ പറഞ്ഞത് നീ കേട്ടില്ലേ? അവരുടെ ആത്മാഭിമാനത്തെ നമ്മൾ ചോദ്യം ചെയ്തു എന്നാണ് തോന്നിയത്. പിന്നെ അവരങ്ങനെ വിചാരിക്കുമ്പോ അവര് ചെയ്തതില് തെറ്റു പറയാൻ പറ്റുമോ? നമ്മൾ സന്തോഷമായിട്ടിരിക്കാനല്ലേ ചെയ്തത്. ആ കുടുംബത്തിന്റെ അഭിമാനം അവരും കാണിച്ചു എന്ന് മാത്രം കരുതിയാൽ മതി. എനിക്കാണ് പത്മം തെറ്റുപറ്റിയത്. നമ്മള് ഇത്രയും തിരക്ക് പിടിക്കാൻ പാടില്ലായിരുന്നു. ശരിക്കും ആ കമല പറഞ്ഞത് നീ ശ്രദ്ധിച്ചോ? അവര് വേദയെ മനസ്സുകൊണ്ട് അംഗീകരിച്ചു കഴിഞ്ഞു. അധികം വൈകാതെ ആ വീട്ടിലെ എല്ലാവരും അവളെ സ്വീകരിക്കുക തന്നെ ചെയ്യും. ഇപ്പൊ ചെയ്യാൻ പറ്റാതെ പോയ മുഴുവൻ കാര്യവും നമുക്ക് അപ്പ ചെയ്യാം എന്ന് പറഞ്ഞു. നീ സമാധാനമായിട്ടിരിക്കുക എന്ന് പറഞ്ഞ് പത്മത്തിനെ ആശ്വസിപ്പിക്കുക. സുധാകരൻ മാഷിന്റെ സ്ഥാനത്ത് ശങ്കരനായിരുന്നെങ്കിൽ നീ ഒന്ന് ആലോചിച്ചു നോക്കിയേ. ഇതിനേക്കാൾ മോശമായിരിക്കില്ലേ പെരുമാറ്റം? അത് ശരിയാ എന്ന് പറഞ്ഞു. ശങ്കരേട്ടനാണെങ്കിൽ ഇതൊന്നും സഹിക്കാൻ പറ്റില്ല. നമ്മളിങ്ങനെ ചെയ്തു എന്നറിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും പ്രതികരണം എന്നാ എന്റെ പേടി. അതറിയുമ്പോഴല്ലേ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. നീ ആ സജിയെ വിളിച്ച് സാധനങ്ങളൊക്കെ ഒന്ന് തിരിച്ചെടുക്കാൻ പറ. സർവീസ് ചാർജ് ആയിട്ട് അവരെന്തെങ്കിലും ഈടാക്കുന്നുണ്ടെങ്കിൽ ഈടാക്കിക്കോട്ടെ. അല്ലാതെ ഈ സാധനങ്ങളുമായിട്ട് നമുക്ക് വീട്ടിൽ കയറി ചെല്ലാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ വേഗം തന്നെ പത്മ വിളിച്ചിട്ട് കാര്യം സംസാരിക്കുകയാണ്. പിന്നെ കാണുന്നത് കമലേനെയാണ്. അപ്പൊ മാഷിന്റെ അടുത്തേക്ക് കമല വരികയാണ്. ദാ മാഷേ എന്ന് പറഞ്ഞു. ഇതെന്താ സംഭാരം? ഇത്തിരി സംഭാരാ, പിന്നെ ശ്രീജ കലക്കിയതാ. അപ്പൊ ഒരു ഗ്ലാസ് മാഷ്ക്ക് കൂടി എടുത്തുന്നേ ഉള്ളൂ. അതോ അവൾക്ക് മുന്നിൽ ഉത്തരം മുട്ടിപ്പോയല്ലോ എന്നോർത്ത് ആശ്വസിപ്പിക്കാനോ? എന്താ മാഷേ, ചെറിയവൻ പറഞ്ഞാലും ചെവിട്ടി കേൾക്കണമെന്ന് മാഷല്ലേ പറയാറ്? ആ കുട്ടി പറഞ്ഞത് മാഷിന് തെറ്റായി തോന്നിയെങ്കിൽ അവൾ പൊറുക്കണമെന്നും പറഞ്ഞില്ലേ? അതെന്താ മാഷേ? മാഷ് അങ്ങനെ എന്ത് ചെയ്തത് എന്തുകൊണ്ടാന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഒരിക്കലും തെറ്റു പറയില്ല മാഷേ. പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട് മാഷേ. മുത്തശ്ശിയും അമ്മയും നമ്മളെ അപമാനിക്കാൻ വേണ്ടിയിട്ടല്ല അതൊക്കെ കൊണ്ടുവന്നത്. അപ്പോ ഞാൻ അതൊക്കെ സ്വീകരിക്കണമായിരുന്നു എന്നാണോ താൻ പറയണത്? ഒരിക്കലും അല്ല. നമുക്ക് പിന്നെ അവര് മകന്റേത് യഥാർത്ഥ വിവാഹമാണെന്ന് മാഷും അവരും ഒക്കെ അംഗീകരിക്കുന്നത് വരെ ഞാൻ അതിനെ സമ്മതിക്കില്ല. അത് സംഭവിക്കുമെന്ന് താൻ വിചാരിക്കുന്നുണ്ടോ? അതറിയില്ല മാഷേ. ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നമ്മൾ വിചാരിച്ചിട്ടല്ലല്ലോ. ഇനി എന്ത് സംഭവിക്കുമെന്നും നമുക്കറിയില്ല. ആ കുട്ടി പറഞ്ഞതുപോലെ ഇനിയും മാഷിന് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അതങ്ങ് വിട്ടുകളാം. എനിക്ക് വിഷമമുണ്ടെന്ന് ആര് പറഞ്ഞു? ഇല്ലേ? പിന്നെ ഇങ്ങനെ വന്നിരിക്കാറ് എപ്പോഴൊക്കെയാന്ന് ഓർമ്മ എനിക്കറിയില്ലേ. ഞാൻ വിഷമിച്ചതല്ല. ഞാൻ ചെറിയ കാര്യങ്ങൾ ആലോചിച്ചിരുന്നതാ. ഞാൻ കുറച്ച് മര്യാദയോടുകൂടി അവരോട് പെരുമാറേണ്ടതായിരുന്നു. അതാ ഞാൻ ചിന്തിച്ചിരിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ കമലയ്ക്ക് ഭയങ്കര അതിശയം മാഷ് പറയുന്നത് കേട്ടിട്ട് കേട്ടോ. കമല ഇങ്ങനെ കണ്ണു തുറപ്പിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് മാഷ് ആ മോരും വെള്ളം അങ്ങ് വാങ്ങി എന്നിട്ട് കുടിക്കുകയാണ് കേട്ടോ. അതോടായപ്പോ കമലയ്ക്ക് ഭയങ്കര സന്തോഷമായി. മാഷിന്റെ ആ പെരുമാറ്റം ഇഷ്ടപ്പെട്ടു കേട്ടോ. താൻ വിഷമിക്കണ്ടോ, എല്ലാം ശരിയാവും എന്നിങ്ങനെ മാഷിങ്ങനെ കണ്ണുകൊണ്ട് കാണിച്ചു. അപ്പൊ കമല ഭയങ്കര ഹാപ്പി ആകുകയും ചെയ്തു കേട്ടോ. കാണുന്നത് നന്ദിനിനെയും വിനായകനെയാണ്. അപ്പൊ നന്ദിനി ആള് ഭയങ്കര സങ്കടത്തിലാ. എന്നാലും എന്റെ വിനയേട്ടാ, ആരെങ്കിലും ഈ വണ്ടത്തരം കാണിക്കുവോ? ഇതിന്റെ പേര് അഭിമാനം എന്നല്ല, ദുരഭിമാനം എന്നാ. ആ സമയത്ത് ഞാനിവിടെ ഇല്ലാതായിപ്പോയി. അയ്യോ, ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ നിങ്ങൾ അച്ഛനെ പറഞ്ഞ് അങ്ങ് മനസ്സിലാക്കിയേനെ. വെറുതെ പുളു എണീറ്റ് പോ. അച്ഛനെ പറഞ്ഞ് തിരുത്താനല്ല, എന്നെ കൊണ്ടല്ല ആരെ കൊണ്ടും പറ്റില്ല. പണ്ടേ അങ്ങനെയല്ലേ, വെട്ടൊന്ന് മൂറ് രണ്ട്. പിന്നെ വിനേട്ടൻ എന്ത് ചെയ്യുമായിരുന്നു? എടി, എന്തായാലും അവര് കടയിൽ നിന്ന് വിളിച്ച സാധനം വാങ്ങിച്ചു തിരിച്ചു കൊടുക്കുമ്പോ കടയിൽ നിന്ന് വാങ്ങിച്ച വില കിട്ടില്ല. അപ്പോ ആവശ്യക്കാർക്ക് മറിച്ച് വിറ്റ് 4 കാശ് കമ്മീഷൻ അടിക്കാനുള്ള വഴിയുണ്ടോന്ന് ആലോചിച്ചതാ. അങ്ങനെ. ശരി. എന്റെ പൊന്നോ, ഒന്നാണേലും ഒറ്റ നമ്പറിന്റെ മിസ്സിങ്ങില് ഒരു ബമ്പർ കഴിയുന്ന പോലായി. അതിൽ വാഷിംഗ് മെഷീനും ഡിഷ് വാഷറും
ഒക്കെ ഉണ്ടായിരുന്നു. ഇനിയെങ്കിലും ജോലി എടുത്ത് നടുവോടിയുണ്ടാന്ന് ഞാൻ വിചാരിച്ചതാ. അതിന് നീ എവിടെയാടി പണിയെടുക്കുന്നത്? ഇവിടുത്തെ എല്ലാ പണിയും ചെയ്യുന്നത് ശ്രീജയടത്തിയല്ലേ? അത്യാവശ്യം പണിയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ഓവ്വ് ഞാൻ കാണുന്നുണ്ട്. വെറുതെ മനുഷ്യനെ ദേഷ്യം പിടിപ്പിക്കല്ലേ. അയ്യോ വെറുതെ പറഞ്ഞല്ലേ പൊന്നെ. ഇനി എന്താ പറയാനാ? എല്ലാം കൊണ്ട് തുളച്ചത് നിങ്ങളുടെ അച്ഛൻ ഒരാളാ. സ്വന്തമായിട്ട് ഒരു ഗതിയില്ല. എന്നാലോ അഹങ്കാരത്തിന് ഒട്ടും കുറവില്ല. എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു എന്റെ വിനേട്ടാ. പക്ഷെ അത് കാണിക്കാൻ പറ്റുമോ? ഞാൻ നേരെ തന്നെ ഇവിടെ നടന്ന കാര്യം മുഴുവൻ വർഷേച്ചിയെ വിളിച്ചറിയിച്ചു. എന്തിന്? ഇങ്ങനൊരു കാര്യം ഉണ്ടായത് അവര് അറിഞ്ഞിട്ടില്ലെന്നേ. അവരും അറിയട്ടെ. അത് ശരിയാ. ഇവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ സ്ഥിതിക്ക് അവിടെയെങ്കിലും ഉണ്ടാക്കുന്നത് നല്ലതാ. എന്താ പറഞ്ഞത്? അല്ല, ഞാൻ പൊതുവായിട്ടൊരു തത്വം പറഞ്ഞേ ഉള്ളൂ നന്ദിനി. അങ്ങനെ ആരും അറിയാതെ അവര് ചെയ്യാൻ പാടില്ലായിരുന്നല്ലോ. അത് തെറ്റു തന്നെയാ. അപ്പൊ നന്ദിനി ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ. ഇനി അടുത്ത എന്ത് പണി കൊടുക്കാം എന്നാണ്. പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ ശ്രീജയടത്തിനെയാണ്. അപ്പൊ ശ്രീജയുടെ അടുത്തേക്ക് ചവച്ച് വരുന്നുണ്ട് ഒരാള്, വിശ്വം. അപ്പൊ വിശ്വത്തിനോട്, വിശ്വേട്ടാ ഞാൻ ആലോചിക്കായിരുന്നേ, ഇന്ന് നടന്ന കാര്യങ്ങളില് വേദയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ വിശ്വേട്ടന് എന്റെ ഭാഗത്ത് ന്യായം ഉണ്ടെന്ന് പറയോ? അതെന്താ നീ അങ്ങനെ ചോദിച്ചത്? അല്ല, ആരുടെ ഭാഗത്താ ന്യായമെന്ന് എനിക്ക് വ്യക്തമാകുന്നില്ല. അതാ. നീ കാര്യം വ്യക്തമായിട്ട് പറ. ന്യായോ അന്യായം ആരുടെ ഭാഗത്താന്ന് പറയാം. രാവിലെ നടന്ന കാര്യം ഞാൻ പറഞ്ഞതല്ലേ. അതിൽ നിനക്കെന്താ സംശയം? വേദയുടെ വീട്ടു സ്ഥാനവുമായി വന്നതിൽ തെറ്റുണ്ടോ? അവരുടെ ഭാഗത്തുനിന്ന് ആലോചിച്ചാൽ ഒരു തെറ്റുമില്ല. അങ്ങനാണെങ്കിൽ വേദ അച്ഛനെ ചോദ്യം ചെയ്തത് ശരിയാണോ? നന്ദിനി പറയുന്നത് വേദ അത് ചെയ്യരുതായിരുന്നു എന്നാ പറഞ്ഞത്. അങ്ങനെ പറയാൻ പറ്റില്ല. അച്ഛനും അത്രയും രൂക്ഷമായിട്ട് സംസാരിച്ചിട്ടും അവരുടെ മുന്നിൽ വെച്ചല്ലല്ലോ വേദ സംസാരിച്ചത്. ആ സമയത്ത് ഞങ്ങളെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതെ, അവളുടെ വീട്ടുകാരുടെ മുന്നിൽ വെച്ച് അവളുടെ അച്ഛനെ അഭിമാനിക്കാൻ താല്പര്യമില്ല എന്നല്ലേ വേദ പറഞ്ഞതുപോലെ അച്ഛൻ അകത്തേക്ക് വിളിച്ചാ സംസാരിച്ചെങ്കിൽ അവർക്കും വിഷമം ഉണ്ടാവുമായിരുന്നു. എന്താ, ശരിയല്ലേ? അതിനർത്ഥം എന്താ? വേദ മനുഷ്യരെ എല്ലാവരെയും തുല്യമായി കാണുന്നു എന്ന് വേണ്ടേ കരുതാൻ എന്ന് ചോദിച്ചോ? നമ്മുടെ അച്ഛന് ആത്മാഭിമാനം കൊണ്ട് അവര് വീട്ടുകാർ കൊണ്ടുവന്നത് തിരിച്ചയച്ചത് മനസ്സിലാവോ? പക്ഷെ അത് ശാന്തതയോടെ വഴക്കിടാതെ ചെയ്തിരുന്നതെന്ന് അവൾ ആഗ്രഹിച്ചു. അതിൽ തെറ്റൊന്നുമില്ലല്ലോ. അപ്പൊ അച്ഛന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്നാണോ? അതപ്പോ ഓരോ ക്യാരക്ടർ അനുസരിച്ചിരിക്കും. അച്ഛന്റെ ക്യാരക്ടർ അങ്ങനെയാ, എടുത്തടിച്ച് മറുപടി പറയും. ആരുടെ മുന്നിലും അഭിമാനം പണയം വെക്കില്ല. അതൊരു അഭിമാനമായിട്ട് കണക്കാക്കിയാൽ താൻ ഒരു അഹങ്കാരിയാണ് എന്ന് അവരുടെ മുഖത്ത് നോക്കി വിളിച്ചു പറയുകയും ചെയ്യും. അതെ, വിശ്വേട്ടൻ പറഞ്ഞത് വളരെ ശരിയാ. പക്ഷെ ഒരു കാര്യത്തിലെ ഇപ്പൊ എനിക്ക് സംശയമുള്ളൂ. ഇനി സംശയമോ? ആരെ പറ്റിയാ? വേദയുടെ നിലപാടിനെ പറ്റിയോ അച്ഛയുടെ സ്റ്റാലിനെ പറ്റിയോ? രണ്ടിനും അല്ല. ഇത്രയും വലിയ അഭിമാനിയായ അച്ഛന്റെ മകനായി ജനിച്ചിട്ടും വിശ്വേട്ടൻ എന്താ ഇങ്ങനായി പോയെന്ന്? ശ്രീജയ്, നമ്മുടെ സ്വന്തം മോള് ഇപ്പോഴും എന്റെ വീട്ടിൽ തന്നെ നിൽക്കുക. വിശ്വേട്ടൻ സ്വന്തമായി അധ്വാനിച്ച് ഒരു ജീവിതം തുടങ്ങാതെ അവളെ കൂടി അച്ഛന് സംരക്ഷയ്ക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാ അവളെ ആക്കിയത്. ഓർമ്മയുണ്ടല്ലോ അല്ലേ? പിന്നെ എന്റെ മോളെ കുറിച്ച് എനിക്ക് ഓർമ്മയില്ലാതിരിക്കോ ശ്രീജയ്? ഇടയ്ക്ക് നമ്മൾ പോയി കാണുന്നതല്ലേ. പോകുന്നത് മാത്രം പോരെ വിശ്വേട്ടാ, മകളെ കുറിച്ച് ആദ്യ കൂടി വേണം. ഇന്ന് രാവിലെ ആ വീട്ടില് വേദയ്ക്ക് വേണ്ടിയിട്ട് ഒരു വണ്ടി സാധനങ്ങളുമായിട്ട് വന്നില്ലേ? അത് അവരുടെ മകളുടെ ജീവിതത്തെ കുറിച്ച് അവർക്ക് ആദ്യം ഉള്ളത് കൊണ്ടാ. ശ്രീജയ്, അതിന് അവള് സുഖമായിട്ട് കഴിയുന്നുണ്ടല്ലോ. പക്ഷെ വിശ്വേട്ടാ, നീ തന്നെയല്ലേ അവിടെ നിർത്തിയത്? അത് തന്നെയാ വിശ്വേട്ടാ ഞാൻ പറഞ്ഞത്. സ്വന്തം അച്ഛന്റെ അഭിമാന ബോധത്തെ പറ്റി വാചാലനായ മകൻ എന്തിയേ സ്വന്തമായിട്ട് അതില്ലാത്തത് എന്ന് ചോദിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ശ്രീജയ്ക്ക് ദേഷ്യമാണ് ശരിക്കും വരുന്നത്. അപ്പൊ കുറച്ചു നേരം നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും എന്തോ പോലെ ആയി വിശ്വം തിന്നുകൊണ്ടിരുന്നതൊക്കെ ആ ഫ്ലോ അങ്ങ് പോയി. പിന്നെ നമ്മൾ കാണുന്നത് ഇതേണ്ട നമ്മുടെ ജഡ്ജ് ഇങ്ങനെ നിൽക്കുകയാണ്. ആകെ ശങ്കർ നാരായണൻ ദേഷ്യം പിടിച്ച്, അതുപോലെ തന്നെ വർഷയുണ്ട്, ദീപ്തിയുണ്ട്, ശ്രീകാന്തുണ്ട്. ഇവരെല്ലാവരും നിൽക്കുന്നു. അപ്പോഴേക്കും മുത്തശ്ശിയും അതുപോലെ തന്നെ പത്മവും കൂടി അങ്ങോട്ടേക്ക് എത്തുകയാണ്. ഇനി എന്ത് പുകിലാണോ ഉണ്ടാകാൻ പോകുന്നതെന്ന് അറിയില്ലല്ലോ. വാ പത്മം എന്ന് പറഞ്ഞ് അകത്തേക്ക് ഇവർ ചെല്ലുന്നത് നോക്കി നിൽക്കുക. അപ്പൊ വന്നപ്പോഴത്തേനും നമ്മുടെ ശങ്കർനാരായണൻ ചോദിക്കുകയാണ്, പത്മം പോയ കാര്യം എന്തായി എന്ന് ചോദിച്ചു. അത് നീ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിച്ചു മുത്തശ്ശി. അല്ല, ഞാൻ ചോദിച്ചത് എന്ന് പറഞ്ഞു. നീ ഞങ്ങൾ പോയതിലെ ഏത് കാര്യത്തെക്കുറിച്ചാണ് ചോദിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയണ്ടേ, എന്നാലല്ലേ ഉത്തരം കൃത്യമാകുമോ? അപ്പൊ വേഗം ചാടി എഴുന്നേറ്റിട്ട് എന്നെ തുടർച്ചയായി നാണം കെടുത്തി അടങ്ങുമെന്ന്
അവളോടൊപ്പം നിങ്ങളും തീരുമാനം എടുത്തിരിക്കുക അല്ലേ എന്ന് ചോദിച്ചു ഇവരോട്. അപ്പൊ ഇവർ മിണ്ടാതെ നിൽക്കുകയാണ്. ഈ വീട്ടിൽ നിന്ന് ഒരാൾ പോലും അങ്ങോട്ട് പോകരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. അങ്ങനെ ഉപേക്ഷിച്ചു കളയാൻ ഞങ്ങൾക്ക് മനസ്സ് വരണ്ടേ ശങ്കര? എന്നിട്ട് എന്തായി? സാധനങ്ങൾ കൊണ്ടുപോയതുപോലെ തന്നെ തിരിച്ചു വരേണ്ടി വന്നില്ലേ? അമ്മ ഷാട്ടി ഇറക്കിയപ്പോ നിങ്ങക്ക് സമാധാനമായല്ലോ. എന്നാലും ശ്രീയേട്ടനും അച്ഛനും അറിയാതിരിക്കാനേ മുത്തശ്ശി ടൗണിൽ ചെന്ന സാധനങ്ങൾ നേരിട്ട് ഓർഡർ ചെയ്തപ്പോഴോ വല്ലാത്ത ബുദ്ധി തന്നെ. അതിബുദ്ധി ഉള്ളത് കൊണ്ട് ഇപ്പൊ എന്തായി? പകുതി വിലയ്ക്ക് അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കേണ്ടി വന്നില്ലേ? വെറുതെ 1000കണക്കിന് രൂപ പാഴായത് മെച്ചം എന്ന് പറഞ്ഞു ദീപ്തി. അതെ, എനക്ക് നഷ്ടമായ കണക്കിന് അല്ലെങ്കിൽ പൈസയുടെ കണക്ക് എണ്ണി തിട്ടപ്പെടുത്താനും അത് ചോദ്യം ചെയ്യാനും ആയിട്ടില്ല ദീപ്തി. നീ മിണ്ടാ നിക്ക് എന്ന് പറഞ്ഞു. അവള് ചോദിച്ചാൽ എന്താ മുത്തശ്ശി തെറ്റ് എന്ന് ചോദിച്ചു ശ്രീകാന്ത്. വെറുതെ ഇരിക്കുന്ന അമ്മയെ പറഞ്ഞിളക്കി മുത്തശ്ശി ഇങ്ങനെ കാണിച്ചു കൂട്ടുന്നതിൽ ഒരു തെറ്റുമില്ലെന്നാണോ? അങ്ങനെ ചെയ്തതുകൊണ്ട് ഒരു ഗുണം ഉണ്ടായില്ലേ ശങ്കര? എന്ത് ഗുണം അമ്മ ഉണ്ടായത്? അമ്മ നാണം കേട്ട് ആ മുറ്റത്തുനിന്ന് മടങ്ങി പോന്നതോ? അങ്ങനെ നാണക്കേടുണ്ടായെന്ന് നിന്നോട് ആരടാ പറഞ്ഞത് എന്ന് ചോദിച്ചു. ഞങ്ങള് മടങ്ങിയത് നിറഞ്ഞ മനസ്സോട് കൂടി തന്നെയാ ശങ്കര എന്ന് പറഞ്ഞു. അപ്പൊ ഇവരിങ്ങനെ നിൽക്കാണ്. എന്റെ കുട്ടി കയറി ചെന്നത് നല്ല മാനവും അന്തസ്സുമുള്ള ഒരു വീട്ടിലേക്ക് തന്നെ എന്നുള്ള സംതൃപ്തിയോടാ. അമ്മേ, വെറുതെ നുണ പറഞ്ഞ് ബലിപ്പിച്ച് എന്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കണ്ട. അല്ലെങ്കിൽ തന്നെ ഇല്ലാ കഥ പറഞ്ഞെടുക്കാൻ മുത്തശ്ശിയോടെ മിടുക്ക് ആർക്കും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു ദീപ്തി. പരമശിവനും പാർവതിയും പറഞ്ഞ ആ ഒരു കഥ പറഞ്ഞിട്ടാണല്ലോ ഒരുത്തിയെ വീട്ടിൽ കൊണ്ടാക്കിയത്. മതി, നിർത്ത്. മുത്തശ്ശിയെ വിചാരണ ചെയ്യാൻ നീ നോക്കണ്ട, വേറെ ആളുണ്ട് എന്ന് പറഞ്ഞു പത്മ. ആയിക്കോട്ടെ, ഞാൻ ഒന്നും പറയണില്ല. അതിന് കുടുംബങ്ങൾ തമ്മിൽ പാലിക്കേണ്ട മര്യാദകളെ പറ്റി പറഞ്ഞാൽ പുച്ഛിക്കേണ്ട പ്രായമല്ലേ ഇവളുടേത്. ഇവൾ എന്ത് വേണേ പറഞ്ഞോട്ടെ. പക്ഷെ ശങ്കര, എല്ലാം ഉപേക്ഷിച്ച് അവൾ ഇറങ്ങിപ്പോയത് ഒരു ഗതികെട്ട വീട്ടിലേക്കാണല്ലോ എന്ന് ഇടയ്ക്കിടയ്ക്ക് നീ സങ്കടപ്പെടുമ്പോ അത് ശരിയാണെന്ന് ഞാനും കരുതിയിരുന്നു. ആ വീട്ടിലേക്ക് കുറെ സാധനങ്ങൾ കൊണ്ടുചെന്നത് ആ തോന്നലുള്ളത് കൊണ്ട് തന്നെയായിരുന്നു. മനുഷ്യനെ മനസ്സിലാക്കാൻ നിങ്ങളുടെ കയ്യിലുള്ള ആ അളവുകോലല്ല അവരുടെ കയ്യിലുള്ളതെന്ന് എനിക്ക് ഇന്ന് മനസ്സിലായ ശങ്കര എന്ന് പറഞ്ഞു. അപ്പൊ നാണം കെട്ട തലയും താഴ്ത്തി മണങ്ങിയതും പോരാഞ്ഞിട്ട് അവരെ ന്യായീകരിക്കാൻ നിൽക്കണോ മുത്തശ്ശി? ആരാടെ നാണം കെട്ടത്? ഞാനോ? ഞാൻ നാണം കെട്ടിട്ടില്ല. ഞങ്ങൾ അങ്ങനെയാണോ മടങ്ങി പോതെന്ന് നിന്റെ അമ്മയോട് നീ ചോദിച്ചു നോക്ക്. അപ്പൊ മിണ്ടാതെ നിൽക്കണം കേട്ടോ. വേദ അവിടെ പിടിച്ചു നിർത്തിയേക്കോണെന്നും അവളുടെ ലക്ഷ്യം കാശാണെന്ന് പറഞ്ഞത് നീയല്ലേ? എന്താ എന്നിട്ടിപ്പൊ എന്തായി? സ്വാധീനിക്കാൻ നീ കൊടുത്ത പണം പുല്ലുപോലെ അവൻ നിന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞില്ലേ? അപ്പോഴോ കാശിനോ സ്വത്തിനോ ആർത്തി പൂണ്ടവനാണ് വിക്രമെങ്കിൽ ആ പണം നിനക്കൊരിക്കലും അവൻ തിരിച്ചു തരില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ അവന്റെ വീട്ടുകാരും അങ്ങനെയുള്ളവരാണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു മുത്തശ്ശി. അപ്പൊ എല്ലാവരും നിൽക്കുകയാണ്. എന്താണ് കൊണ്ടുചെന്നതെന്ന് ഒന്ന് നോക്കു പോലെ നിൽക്കാതെ ആ മാഷ് അതെല്ലാം തിരിച്ചയച്ചു. അന്യന്റെ ആശ്രയമില്ലാതെ സ്വന്തം വിയർപ്പ് കൊണ്ട് ജീവിക്കുന്നവരുടെ അഭിമാനമാണ് ഞാൻ ആ പ്രവൃത്തിയിൽ കണ്ടത്, അല്ലാതെ അഹങ്കാരം കൊണ്ട് അപമാനിച്ചതല്ല അവര് എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ പത്മ, അതെ ശങ്കരേട്ടാ, അവിടുന്ന് ആദ്യം ഇറങ്ങി വന്നപ്പോ എനിക്കും സങ്കടം തോന്നിയിരുന്നു. പിന്നീട് അമ്മ പറഞ്ഞപ്പോഴാ അവര് കാണിച്ചതാ ശരിയെന്ന് എനിക്കും മനസ്സിലായത്. അപ്പൊ ഒന്നും മിണ്ടാതെ നിൽക്കുക. ഇനി ഒരു കാലത്ത് വേദ തിരിച്ചു വന്നില്ലെങ്കിലും അവൾക്ക് അവിടെ സമാധാനമുള്ളൊരു ജീവിതം ഉണ്ടാവും. പത്മം എന്ന് വിളിച്ചു. എനിക്കെന്റെ മകളെ കാണണമെന്ന് തോന്നുമ്പോഴൊക്കെ ഞാൻ അവിടെ പോകും, കാണും. അങ്ങോട്ട് സ്നേഹവും ആദരവും കാണിച്ച തിരിച്ച് ഇങ്ങോട്ടും കാണിക്കുന്ന കുടുംബമാണ് അവരുടെ എന്ന് ഇന്നത്തോടെ എനിക്കും മനസ്സിലായി എന്ന് ഉടനെ തന്നെ പത്മം പറയാണ്. പിന്നെ പണത്തിന്റെ കാര്യം, അതെ, നാളെ നമ്മൾ എങ്ങനെയാവുമെന്ന് ആര് കണ്ടു എന്നൂടെ പത്മൻ ചോദിച്ചു. അപ്പൊ ഒരു ഉത്തരവില്ല. വാ അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരകത്തേക്ക് കേറി പോവാണ് കേട്ടോ. അപ്പൊ ഇവർക്കെല്ലാവർക്കും അടി കിട്ടിയ പോലെ ആയിപ്പോയി. അച്ഛാ, അമ്മ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് എടുത്താ പിന്നെ നമ്മൾ എന്ത് വിശ്വസിച്ചാ? അവിടുന്ന് തലയും കുനിച്ച് ഇറങ്ങിപ്പോന്നു നമ്മളോട് സമ്മതിക്കാനുള്ള നാണക്കേടാ രണ്ടിനും. അതാ ഇപ്പൊ നീ കണ്ടത്. അതുകൊണ്ടൊന്നും എന്റെ തീരുമാനത്തിൽ ഒരു മാറ്റം ഉണ്ടാവാൻ പോകുന്നില്ല. അവനെ കൊണ്ട് തന്നെ നമ്മൾ കണക്ക് പറയുക തന്നെ ചെയ്യും, ഒരു സംശയമില്ല എന്ന് പറഞ്ഞ ശങ്കർ നാരായണൻ. പിന്നെ നമ്മൾ കാണുന്നത് ബാറിലാണ്. നമ്മുടെ അനിയൻകൂട്ടനും അതുപോലെ തന്നെ രാജേട്ടനുണ്ട്, പിന്നെ ജോസ് ഉണ്ട്, അപ്പൊ വിക്രം ഉണ്ട് കേട്ടോ.
അപ്പൊ ഇവരെല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ വിക്രം കഴിക്കൂല കേട്ടോ. ഇതുപോലെ അതെ എന്റെ പോന്നെടാ, ഞങ്ങളുടെ കൂടെ ഈ സോഡയും മിച്ചറും കഴിക്കാതെ ഇതുപോലെ ഒരെണ്ണം കഴിക്ക്, അതോടെ നിന്റെ ടെൻഷൻ പോകുമെന്ന് പറയാണ് അനിയൻകുട്ടൻ. ആടിക്കടാ എന്ന് പറഞ്ഞു ജോസും. വേണ്ട വിക്രമ, ടെൻഷൻ മാറാൻ തുടങ്ങി വെക്കും, പിന്നെ നിർത്തുന്നതിനെ കുറിച്ച് ഓർത്ത് ടെൻഷനായിരിക്കും, അതുകൊണ്ട് ആടിക്കാതിരിക്കുന്ന നല്ലത് എന്ന് പറഞ്ഞവര്. നീ ആ സാധനങ്ങളൊക്കെ തിരിച്ചയക്കേണ്ടിയിരുന്നില്ല, അവളുടെ വീട്ടുകാർ അവക്ക് കൊടുത്തതല്ലേ, അപ്പൊ അത് വേണ്ടെന്ന് പറയാൻ നിനക്കെന്താ അധികാരം? അവൾ എന്റെ വീട്ടിൽ നിൽക്കുന്നിടത്തോളം അത് എനിക്ക് വേണ്ടാന്ന് പറയാനുള്ള അധികാരമുണ്ട്. അപ്പൊ നീ അവളെ സ്ഥിരമായി വീട്ടിൽ നിർത്താൻ പോവാ എന്ന് ചോദിച്ചോ. പിന്നല്ലാതെ അവൻ എന്ത് ചെയ്യാനാ എന്ന് ചോദിച്ച അയ്യപ്പൻ 8 കാലി വരികയാണ് കേട്ടോ. തൊലി വെളുപ്പുള്ള ഒരുത്തി കിട്ടിയപ്പോ എന്റെ മകളെ അവൻ മറന്നില്ലേ? അയ്യപ്പേട്ടാ, കുടിച്ചെങ്കിൽ വയറ്റി കിടക്കണം, വർക്ക്ഷോപ്പിൽ കിടന്ന് അലമ്പ് വെക്കുന്ന പോലെ ഇവിടെ കിടന്ന് അലമ്പ് വെക്കാൻ നിൽക്കരുത്. ഞാൻ അലമ്പ് വെക്കൂടാ, നീ കാരണം ഒരു കൊള്ളാവുന്നൊരാലോചന അവള് വേണ്ടെന്ന് വെച്ചോ. ജർമ്മനിയിലേക്ക് പറക്കാനുള്ള ഒരു അവസരം അവളായിട്ട് കളഞ്ഞു കുളിച്ചു. അതിന് കാരണക്കാരൻ നീയാടാ. ഞാൻ എന്റെ നോക്കൂടാ, താൻ എന്റെ കയ്യിൽ നിന്ന് മേടിക്കുവേ, എന്നാ നീ തല്ലടാ എന്ന് പറഞ്ഞു. എന്നെ തല്ലിക്കൊല്ല്, എന്നിട്ട് എന്റെ മോളെയും നീ കൊല്ല് എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ നിന്നെ തല്ലാം. കുറെ കാലായടാ ഈ അരിയപ്പന്റെ കൈ തരിച്ചോണ്ടിരിക്കുന്ന, അത് ഇന്നത്തോടെ തീർക്കാം എന്ന് പറഞ്ഞു ഇവനെ പിടിച്ചെണിപ്പിച്ചു വിക്രത്തെ. എന്താ അയ്യപ്പ ഇത്, വിട്, മാറ്, ഇത് ബാറാ എന്ന് പറഞ്ഞു. മാ വിക്രം, അതിന് ഇയാളല്ലേ മെക്കിട്ട് കയറാൻ വന്നത്? ഞാൻ മെക്കിട്ട് കയറും, എന്റെ മോളുടെ ജീവിതം നശിപ്പിച്ചവനാ. ജർമ്മനിയിലേക്ക് പറക്കണ പെണ്ണിനെ നീയാ ഇങ്ങനെ ആക്കിയത്. അയാളുടെ ഒരു ഒടുക്കത്തെ ജർമ്മനി എന്ന് പഠിച്ച ഒരു ഒറ്റ തള്ളങ്ങ് വെച്ചു കൊടുത്തു. അപ്പൊ അത് നിലത്ത് കിടക്കാട്ടോ. എന്നെ കൊന്നിട്ട് പോടാ ഇത് എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് വേഗം ബെല്ല് സെറ്റ് ചെയ്ത് ഇവര് പോവാണ്. എന്റെ മോളെ ചതിച്ചത് നീയാണെന്ന് കൊക്കിനുള്ളവർത്തോളം കാലം പറയൂടാ. അവളുടെ പ്രാക്ക് നിന്റെ തലയ്ക്ക് മോളുണ്ടാവൂടാ, നശിച്ചു പോകൂടാ കാലമാടാ എന്റെ മോള് എന്ന് പറഞ്ഞ് അവളൊരു പാവമായിരുന്നില്ലടാ എന്നൊക്കെ ചോദിച്ചാണ് അയ്യപ്പന്റെ കരച്ചില്. അപ്പൊ അയ്യപ്പൻ ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പൊ ഇവന്മാര് കുറെ എന്താ പറയാ ഇങ്ങനെ സിംഗടികൾ കുറെ പേര് അവിടെ നിപ്പുണ്ട്. നമ്മുടെ ജോണിയൊക്കെ ഉണ്ടല്ലോ, അവന്മാരൊക്കെയാണ് കേട്ടോ. അപ്പൊ പിന്നെ നമ്മൾ കാണുന്നത് കമലേനെയാണ്. അപ്പൊ കമല മുരിങ്ങയിലേക്ക് ഊരി കറി വെക്കാൻ പോവാണ്. അപ്പോഴേക്കും നമ്മുടെ വേദ അങ്ങോട്ടേക്ക് വന്നപ്പോ, കൊടുന്നോ, ഇനി തന്നേക്കൂ, ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു. വേണ്ട, ഞാൻ വെറുതെ മോളോട് ചോദിച്ചൂന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇന്ന് മോശമായിട്ട് സംസാരിച്ചോ അമ്മേ? അതെന്താ മോക്ക് അങ്ങനെ തോന്നാൻ എന്ന് ചോദിച്ചു. അല്ല, എല്ലാരും പറഞ്ഞു ഇതുവരെ അച്ഛനോട് ആരും ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല എന്നും നന്ദിനിയടുത്ത് പറഞ്ഞു. പിന്നെ എന്നെ കുറെ കുറ്റപ്പെടുത്തുകയും ചെയ്തു, അതുകൊണ്ടാ ചോദിച്ചത് എന്ന് പറഞ്ഞു. ഞാൻ അച്ഛനോട് ചെന്ന് സോറി പറയട്ടെ? എന്തിന്? ഞാൻ പറഞ്ഞതില് അച്ഛനെ വിഷമം തോന്നിക്കാണുവോ? മോൾ അതിനെ തെറ്റായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. മോളുടെ വീട്ടുകാരുടെ മുന്നിൽ വെച്ച് മാഷിനെ നീ തള്ളി പറഞ്ഞിട്ടില്ല. തിരിച്ച് മാഷിനോട് നീ അവരെ ന്യായീകരിച്ച് സംസാരിക്കുകയും ചെയ്തു. അതാ നീ ചെയ്തത്. ഒരു വീട്ടിലെ മരുമകളായി വരേണ്ട ഏറ്റവും വലിയ ഗുണമാത്. അത് സ്വന്തം വീട്ടുകാരോടും ഭർത്താവിന്റെ വീട്ടുകാരോടും ഒരേ സ്നേഹവും ആദരവും കാണിക്കുക. അതൊരു വലിയ കാര്യം തന്നെയാ മോളെ എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ കുടുംബങ്ങൾക്കിടയില് പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് മനസ്സിലാക്കി എപ്പോ എങ്ങനെ പെരുമാറണമെന്ന് തീരുമാനമെടുക്കുമ്പോഴാ കുടുംബത്തെ മുന്നോട്ട് നയിക്കാൻ പറ്റുക. അതാ ഞാൻ പറഞ്ഞത്, അത് നിനക്ക് കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇതില് എന്തെങ്കിലും ശരിയുണ്ടെങ്കിൽ അതിന് അമ്മയ്ക്കാ ക്രെഡിറ്റ് എന്ന് പറയാണ് വേദ. കഴുത്തിൽ വീണ താലിയുടെ ധൈര്യത്തിൽ ഞാൻ ഈ വീട്ടിലേക്ക് ബലമായിട്ട് കയറി വന്നിട്ടും അമ്മ എന്നോട് പെരുമാറിയത് മകളെ പോലെ തന്നെ ആയിരുന്നില്ലേ? അതുകൊണ്ടാ ഒരു നയത്തിൽ ഞാൻ അവരെ പറഞ്ഞു വിട്ടേനെ അമ്മേ. പക്ഷെ വിക്രം അവസാനം കയറി വന്ന് വലിയൊരു വഴക്ക് പോലെ ആക്കി മാറ്റി എന്ന് പറഞ്ഞു. അല്ലെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതാ മോളെ അവന്റെ ഒരു ശീലം. എല്ലാവരുടെയും മുന്നോട്ട് നടക്കുമ്പോ അവൻ മാത്രം പുറകിലോട്ട് തിരിഞ്ഞു നടക്കും. അതാ എല്ലാവർക്കും പകലാണെന്ന് ഉറപ്പുള്ളപ്പോഴും അവൻ മാത്രം രാത്രിയാണെന്ന് ശടിക്കും. അതാ അവന്റെ ഒരു പ്രകൃതം എന്ന് പറഞ്ഞു. എന്തിനാ ഇങ്ങനെ റിബണായി പോറുന്നത് എന്ന് ചോദിച്ചു. അറിയില്ല മോളെ എന്ന് പറഞ്ഞു. അപ്പൊ കുറെ നേരം വേദന നിന്നിട്ട്, അമ്മ വിഷമിക്കണ്ട കേട്ടോ. അതെ, മുമ്പൊരു വിക്രം ഈ വീട്ടിലുണ്ടായിരുന്നില്ലേ? ആ പഴയ വിക്രത്തെ ഞാൻ അമ്മയുടെ മുന്നില് ഞാൻ കൊണ്ടുവന്ന് നിർത്തി തരും. ഇത് എന്റെ വാക്കാ എന്ന് പറഞ്ഞു വേദ.
ജനലുകളും വാതിലുകളും അടച്ചിട്ട് ഈ ഒരു മുറിയാണ് വിക്രത്തിന്റെ മനസ്സ്. ആ മുറിയാണെങ്കിൽ കിടന്നുറങ്ങുന്ന ചായ്പ് പോലെ അലങ്കോലം. അത് ഞാൻ തുറക്കുക തന്നെ ചെയ്യും, ഉറപ്പ്. അത് ഞാൻ ശരിയാക്കി എടുക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. അപ്പൊ കമലയ്ക്ക് ഭയങ്കര സന്തോഷത്തോടെ കമല ഇങ്ങനെ വളരെ നിസ്സഹായിയായിട്ട് നമ്മുടെ വേദയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. അത് കാണാനായിട്ടാണ് കമല കാത്തിരിക്കുന്നത് എന്നുള്ള മട്ടിലാണ് കേട്ടോ അർത്ഥം. അപ്പൊ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരാണ്. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.